കൗതുകത്തോടെയുള്ള ഒരു ന്യൂസ് കേട്ടിട്ട് അത് കാണാനായിട്ട് ഞങ്ങൾ പൂവാർ തീരത്തോട്ടാണ് ചെന്നത്. അവിടെ ചെന്നപ്പോൾ പോലീസും പട്ടാളവും ഫയർ ആൻഡ് റെസ്ക്യൂ ടീമും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. കൊച്ചിയിൽ മുങ്ങിത്താണ MSC കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നർ അവശിഷ്ടം ഏറെ കിലോമീറ്ററുകൾ ഇപ്പുറമുള്ള തിരുവനന്തപുരം തീരത്തും എത്തിച്ചേർന്നു എന്ന വാർത്തയാണ് ഞങ്ങൾക്ക് കൗതുകമായത്. ഇതിപ്പോൾ നമ്മുടെ പൂവാർ ബീച്ചിലാണേ. ഈ കണ്ടെയ്നറിനകത്ത് നിന്ന് കുറെ അധികം ചാക്കുകെട്ടുകൾ കിട്ടിയിരുന്നു. ദേ ഇതാണത്. ഒത്തിരി ചാക്കുകൾ കടലിൽ ഒഴുകി നടക്കുന്നുമുണ്ട്. കുറഞ്ഞ ഡെൻസിറ്റിയുള്ള പ്ലാസ്റ്റിക് നിർമ്മാണത്തിന് ഇവ ഉപയോഗിക്കുന്നു എന്നാണ് സെർച്ച് ചെയ്തപ്പോൾ മനസ്സിലായത്. ഇപ്പോൾ പൂവാർ തീരത്തടിഞ്ഞ ഈ വസ്തുവിന് വിഷാംശമുള്ളതായി യാതൊരു സ്ഥിരീകരണവുമില്ല. പൊട്ടിയ ചാക്കിൽ നിന്നുള്ള ക്രിസ്റ്റൽസ് ബീച്ച് മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. ഓരോ തിരയിലും കൂടുതൽ തീരത്തേക്ക് അടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൂട്ടുകാരെ, കൊച്ചിയിൽ നിന്നും 38 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഈ കപ്പൽ സിങ്ക് ആയിട്ടുള്ളത്. അതിശക്തമായ തിരയും കാലാവസ്ഥയും കാരണമാണ് ഈ കണ്ടെയ്നേഴ്സ് തെക്കേ തീരത്തെത്തിയിരിക്കുന്നത്. കപ്പൽ മുങ്ങിയ ഭാഗത്തു നിന്ന് 20 കിലോമീറ്റർ ചുറ്റളവിൽ മത്സ്യബന്ധനം പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു. കപ്പലിൽ നിന്നുള്ള ഇന്ധനം മത്സ്യങ്ങൾ കഴിക്കുന്നത് വഴി മത്സ്യത്തിൽ PAH കൂടുകയും ഇത് കഴിക്കുന്നത് മൂലം ക്യാൻസർ പോലുള്ള മാരകമായിട്ടുള്ള അസുഖങ്ങൾ വരുമെന്നുമാണ് ഇപ്പോൾ പരക്കുന്ന വാർത്തകൾ. കൂട്ടുകാരെ, PAH വർദ്ധിക്കുന്നത് ചെറുമീനുകളുടെ ദേഹത്താണ്. അഥവാ PAH വർദ്ധിച്ചാൽ പോലും നമ്മൾ പാകം ചെയ്യുന്നത് മൂലം അത് നശിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മീൻ കഴിക്കുന്നത് ഒഴിവാക്കേണ്ട ആവശ്യമില്ല എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഇനി മറ്റു കണ്ടെയ്നറുകളിലുള്ള രാസവസ്തുക്കൾ എന്താണെന്നുള്ള സ്ഥിരീകരണം ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇനി അത് മീൻ കഴിച്ച് ആ മീന് മനുഷ്യൻ കഴിക്കുന്നത് മൂലം എന്തെങ്കിലും പ്രതിപ്രവർത്തനം നടക്കുമോ എന്ന കാര്യം സ്ഥിരീകരണമില്ലാതെ തുടരുകയാണ്. നിലവിൽ ഈ മറിഞ്ഞ കപ്പൽ അവിടെ തന്നെ ഉപേക്ഷിക്കാനും പടരുന്ന എണ്ണയും ഒഴുകുന്ന കണ്ടെയ്നറുകളും മാത്രം പിടിച്ചുകെട്ടാനുമുള്ള നടപടികൾ മാത്രമാണ് ഈ കപ്പൽ കമ്പനി എടുത്തു വരുന്നത്. അതിനായി ഒരു അമേരിക്കൻ കമ്പനിയെ ഏർപ്പെടുത്തി എന്ന വിവരമാണ് പുതുതായിട്ട് ലഭിക്കുന്നത്. കൂട്ടുകാരെ, ഈ ഒരു സാഹചര്യം ഇങ്ങനെ തുടരുകയാണെങ്കിൽ, അതായത് കപ്പൽ ഉയർത്താതിരുന്നാൽ, അവിടെ നിന്ന് മാറ്റാതിരുന്നാൽ കപ്പൽ ചാലിന്റെ പ്രവർത്തനം വളരെയധികം ബാധിക്കപ്പെടും. കൂടാതെ കടലിന് മുകളിൽ അപ്പോഴപ്പോഴായി എണ്ണപ്പാളികൾ രൂപപ്പെടാനുള്ള സാഹചര്യവും ഉണ്ടാകും. കൂടാതെ ഈ കണ്ടെയ്നറുകളിൽ അടങ്ങിയിരിക്കുന്ന വിഷപദാർത്ഥങ്ങൾ മീനുകൾ ഭക്ഷിക്കാനിടയായാൽ അത് മത്സ്യസമ്പത്തിനെയും ബാധിക്കും. കപ്പൽ ചാലിലൂടെ ഒരു കപ്പൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പൊടുന്നനെ അടിയിൽ നിന്ന് ഒരു കണ്ടെയ്നർ ഉയർന്നു വന്നാലോ ആ സ്ഥിതി വിശേഷവും ഭയാനകമാണ്. അതുകൊണ്ട് ഈ കപ്പലും കണ്ടെയ്നറുകളും കടലിനടിയിൽ കിടക്കുന്നത് കേരള തീരത്തിന് ഒട്ടും സുരക്ഷിതമല്ലാത്ത കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതിനുള്ള നടപടികൾ അധികാരികൾ എത്രയും വേഗം എടുക്കണമെന്നുള്ള നിർദ്ദേശവും മുന്നോട്ട് വയ്ക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുമല്ലോ. സീ യു നെക്സ്റ്റ് വീഡിയോ ഗൈസ്, ബൈ.